കോവിഡിനെതിരെ കോവാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന ഇൻട്രാനേസൽ ബൂസ്റ്റർ ഡോസിന്റെ പരീക്ഷണങ്ങൾക്ക് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അംഗീകരിച്ച 2 പരീക്ഷണങ്ങളുടെ ഭാഗമായി 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകർക്ക് ഇൻട്രാനേസൽ വാക്സിൻ ഒരു ഒറ്റപ്പെട്ട ഇരട്ട ഡോസ് വാക്സിനായും കോവാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് ബൂസ്റ്റർ വാക്സിനായും നൽകും. എന്താണ് ഇൻട്രാനേസൽ വാക്സിൻ? വാക്സിനുകൾ സാധാരണയായി വ്യത്യസ്ത രീതികളിലാണ് നൽകുന്നത്. ഏറ്റവും സാധാരണമായത് കുത്തിവയ്പ്പുകളായാണ്. കുത്തിവയ്പ്പുകൾ പേശികളിലേക്കോ അല്ലെങ്കിൽ ചർമ്മത്തിനും പേശികൾക്കുമിടയിലുള്ള ടിഷ്യൂവിലേക്കോ എത്തിക്കുന്നു. മറ്റു മാർഗങ്ങളിൽ, പ്രത്യേകിച്ച് ശിശുക്കൾക്കുള്ള ചില വാക്സിനുകളിൽ കുത്തിവയ്പ്പിന് പകരം ദ്രാവക ലായനി വായുവിലൂടെ നൽകുന്നു. ഇൻട്രാനേസൽ രീതിയിൽ വാക്സിൻ മൂക്ക് വഴിയാണ് നൽകുക. ഇത് മൂക്കിലേക്ക് ഉറ്റിക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്ത് ഉള്ളിലേക്ക് ശ്വസിക്കും. കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള നിരവധി വൈറസുകൾ മൂക്കോസിയിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. മൂക്ക്, വായ, ശ്വാസകോശം, ദഹനനാളം എന്നിവയിൽ വരിവരിയായി നിർത്തുന്ന നനഞ്ഞ ടിഷ്യൂകളാണ് മൂക്കോസ. അവിടെയുള്ള കോശങ്ങളിലും തന്മാത്രകളിലും പ്രത്യേക രോഗപ്രതിരോധ പ്രതികരണത്തിന് ഈ വാക്സിൻ കാരണമാകുന്നു. ഇൻട്രാമുസ്കുലർ കുത്തിവെക്കുന്ന വാക്സിനുകൾ സാധാരണയായി ഈ മ്യൂക്കോസിൽ പ്രതികരണം ഉയർത്തുന്നതിൽ പരാജയപ്പെടുന്നു. പകരം ശരീരത്തിന്റെ മറ്റിടങ്ങളിലെ രോഗപ്രതിരോധ കോശങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മൂക്കിലൂടെ നൽകുന്ന വാക്സിൻ വൈറസ് ശരീരത്തിലേക്ക് കടക്കാനുള്ള തടസ്സങ്ങൾ മറികടന്ന് സമയം മുതൽ വൈറസിനെതിരെ പ്രവർത്തിക്കുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. അതുവഴി പല കേസുകളിലും മൂക്ക് വഴിയുള്ള വാക്സിൻ പേശിയിൽ കുത്തിവെക്കുന്നവയേക്കാൾ ഫലപ്രദമാകും. ഈ വാക്സിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സാധാരണയായി പറഞ്ഞ 2 തരത്തിലുള്ള വാക്സിനുകളും രക്തത്തിൽ പ്രതികരണം ഉണ്ടാക്കുന്നു. ബി കോശങ്ങൾ ഉദാഹരണമായി എടുത്താൽ അവ ആന്റിബോഡികളെ പുറത്തെടുക്കും. അവ വൈറസിനെ തേടി ശരീരത്തിൽ സഞ്ചരിക്കും. ടി സെല്ലുകൾ എന്ന് വിളിക്കപ്പെടുന്ന മറ്റു കോശങ്ങൾ ഒന്നുകിൽ ബി സെല്ലുകളെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ രോഗബാധിതമായ കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കും. എന്നിരുന്നാലും മൂക്കിലൂടെയോ വായിലൂടെയോ നൽകുന്ന വാക്സിനുകൾ മ്യൂക്കോസിൽ ടിഷ്യൂകൾക്ക് ചുറ്റും തൂങ്ങിക്കിടക്കുന്ന മറ്റു പ്രതിരോധ കോശങ്ങളിലേക്ക് എത്തും. അവിടെ വസിക്കുന്ന ബി കോശങ്ങൾക്ക് IgA എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരം ആന്റിബോഡി ഉണ്ടാക്കാൻ കഴിയും. അത് ശ്വാസനാളത്തിലെ രോഗകാരികളെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇതിനു പുറമെ സമീപത്തുള്ള ടി സെല്ലുകൾ അത് നേരിട്ട് രോഗകാരികളെ ഓർമ്മിക്കാനും അവ ആദ്യമായി കണ്ട ഇടങ്ങൾ അതിജീവാനന്തം പരിശോധിക്കാനും കഴിയും. 1960കളിലാണ് മൂക്കിലൂടെയും വായിലൂടെയും നൽകുന്ന വാക്സിന്റെ ഫലപ്രാപ്തി ആദ്യമായി ദൃശ്യമായത്. പോളിയോ ഡോസുകളിൽ കുത്തിവയ്പ്പിന് പകരമായി അവ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയായിരുന്നു അത്. ആ വാക്സിൻ കുടലിലെ ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രതികരണത്തെ ലക്ഷ്യം വെച്ചിരുന്നു. അവിടെ വൈറസ് തഴച്ചു വളരുകയും വായിലൂടെയുള്ള വാക്സിൻ എടുത്ത നിരവധി ആളുകൾ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നതിന് മുമ്പ് തന്നെ അണുബാധകൾ ഇല്ലാതാക്കുകയും ചെയ്തു. അത്തരം വാക്സിനുകളുടെ ഒരു പ്രാധാന്യം ഈ വാക്സിനുകൾ വൻതോതിലുള്ള വാക്സിനേഷന്റെ ഭാഗമായി വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ സഹായിക്കുമെന്നതാണ്. അവ സൂചികളുടെയും സിറിഞ്ചുകളുടെയും ആവശ്യം ഒഴിവാക്കി ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഹെൽത്ത് ടിപ്സുകളും വാർത്തകളും വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. Big 20 Shopping Festival coming soon.